ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനസർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ കസ്റ്റമർ വന്നത് പൊല്യൂഷൻ ടെസ്റ്റ്, അതുപോലെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, പിന്നെ സ്പീഡോമീറ്ററിൻ്റെ മെക്കാനിസത്തിൻ്റെ എമൗണ്ട് നോക്കിയിട്ട് പറയുക. അതൊക്കെയാണ് കംപ്ലൈൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനസർവീസായിട്ട് ചെയ്യണം. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിനുമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിടാം. ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലൈൻറ്റോ ഒന്നുമില്ല കേട്ടോ. ക്ലച്ച് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ് ഡ്രൈവ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റായാലും നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത് നല്ല ബെൽറ്റാണ്. നമുക്ക് വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ ഹെഡിൻ്റെ ഭാഗത്തുള്ള ഈ ഗ്യാസ്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കവർ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാസ്കറ്റൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ആ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് പ്രൊവിഷനൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കതൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ മതി. ടയറായാലും ഉപയോഗിക്കാനുണ്ട്. അതിൻ്റെ ബുഷുകളായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എല്ലാം നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2021 മോഡൽ ബാറ്ററിയാണ്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.53 വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റിലേക്ക് കൊടുത്ത് കഴിയുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ 21 മോഡൽ ബാറ്ററിയാണ്. ഏത് നേരത്തെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ബാറ്ററി മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് ഓൾറെഡി. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെവൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റും പണ്ടുണ്ട്. ഈ ഓയിലൊക്കെ കുറയുന്ന കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഓയിലൊക്കെ നല്ല രീതിയിൽ ഓയിൽ കത്തി പോണതാണ് വണ്ടി. കംപ്ലൈൻ്റ് ഉള്ളതാണ്. ഇടയ്ക്ക് ഓയിലൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഓയിലൊക്കെ മാറ്റിയിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ പോയി നോക്കി നോക്കാം. ചിലപ്പോൾ അഥവാ പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹെഡിൻ്റെ ഭാഗമൊക്കെ അയച്ച് കാർബണൊക്കെ അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഓയിലൊക്കെ മാറ്റിയിട്ട് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ കാർബറേറ്ററൊക്കെ ഒന്ന് ട്യൂണിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. പൊല്യൂഷൻ പാസ്സായില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വർക്കൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഇത് ആ സ്പീഡോമീറ്റർ മെക്കാനിസത്തിൻ്റെ എമൗണ്ട് കൂടിയും പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നോക്കിയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.